നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഇന്നൊരു തീപ്പൊരി പോരാട്ടമാണ്. തിരികെ വന്നവരുടെ ഒരു ആവേശം. MI കഴിഞ്ഞ കളിയിൽ സ്ട്രോങ് ആയിട്ട് തിരികെ വന്നിരിക്കുന്നു, SRH വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്നൊരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വാങ്കഡയിൽ തീ പറക്കുമെന്ന് തന്നെ കരുതണം. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിൽ ജാക്സൺ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരു പക്ഷേ അദ്ദേഹത്തിനെ പുറത്തിരുത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കോർവിൻ ബോഷോ അല്ലെങ്കിൽ ബെവൻ ജേക്കബ്സോ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഒരു പ്രോബിൾ 12ലേക്ക് പോവുകയാണെങ്കിൽ രോഹിത് ശർമ്മ, റിയാൻ റിക്കിൾട്ടൺ. രോഹിത്തിൻ്റെ ഫോമും പ്രശ്നമാണ്, പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. അദ്ദേഹം മികവിലേക്ക് തിരികെ എത്തുമെന്ന് തന്നെ കരുതാം. രോഹിത്തും റിയാൻ റിക്കിൾട്ടനും ചേർന്ന് ഓപ്പൺ ചെയ്താൽ സൂര്യകുമാർ യാദവ് നമ്പർ 3-ൽ, തിലക് വർമ്മ നമ്പർ 4-ൽ, ഹാർദിക് പാണ്ഡ്യ അറ്റ് നമ്പർ 5, ദെൻ നമാന്തിർ, വിൽ ജാക്സോ, കോർബിൻ ബോഷോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്പർ 7-ൽ. ദെൻ മിച്ചൽ സാന്റ്നർ, ദീപക് ചാഹർ, ട്രെൻ ബോൾട്ട്, ജസ്പ്രീത് ബുംറ. ഇമ്പാക്റ്റ് സബായിട്ട് കരൺ ശർമ്മയോ വിഘ്നേഷ് പുത്തൂരോ ഇറങ്ങിയേക്കും. ഇതാണ് നമ്മൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ 12-എങ്കിൽ മറുഭാഗത്ത് മികച്ച രൂപത്തിലേക്ക് ഇപ്പോൾ SRH തിരികെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും. ഇഷാൻ കിഷൻ നമ്പർ 3-ൽ, നിതീഷ് കുമാർ റെഡ്ഡി അറ്റ് നമ്പർ 4, ഹെൻറിക് ക്ലാസൻ അറ്റ് നമ്പർ 5, ദെൻ അനികേത് വർമ്മ, അഭിനവ് മനോഹർ, പാറ്റ് കമിൻസ്, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് ഷാമി, ഷീസൻ അൻസാരി എന്നിവരെ നമ്മൾ പ്ലേയിങ് ലെവൽ പ്രതീക്ഷിക്കുന്നു. ഇസാൻ മലിംഗയോ വിയാൻ മൽഡറോ ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നേക്കും. ഏതായാലും ഒരു കിടിലൻ പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുകയാണ്. ഇപ്പോൾ 6 കളിയിൽ നിന്ന് 2 ടീമിന് 4 പോയിൻ്റാണുള്ളത്. MIക്ക് 0.104 നെറ്റ് റൺ റേറ്റോടെ 7ാം സ്ഥാനമാണെങ്കിൽ -1.245 നെറ്റ് റൺ റേറ്റോടെ SRH 9ാം സ്ഥാനത്താണ്. എന്തായാലും വാങ്കഡയിൽ തീ പറക്കുന്ന പോരാട്ടത്തിൻ്റെ ദിനമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.